This news is brought to you by Lakshmi Home Appliances, Village Office in the Samibam, Bus Stand, Cherubuda. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, പട്ടികവർഗ വികസന വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വകുപ്പുകൾ, ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പട്ടികവർഗ ഉന്നതി നിവാസികൾക്കായി വിപുലമായ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് കാസർഗോഡ് DLSA സെക്രട്ടറിയും സിവിൽ ജഡ്ജിയുമായ ശിവദാസ് S ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡൊമിനിക് KA ആശംസയും അർപ്പിച്ചു. പട്ടികവർഗക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ചിറ്റാരിക്കാൽ AEO ജോയി M ജോർജ് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പരപ്പട്ടി EO ബാബു A വിഷയാവതരണം നടത്തി. FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു പ്രസാദ് പകർച്ചവ്യാധി രോഗപ്രതിരോധം എന്ന വിഷയത്തെക്കുറിച്ചും സംസാരിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറി സുനിൽകുമാർ K വിവിധ തൊഴിൽദാന പദ്ധതികൾ വിശദീകരിച്ചു. കാസർഗോഡ് ലീഡ് ബാങ്ക് LDM ടിപ്പേഴ്സ് ധനകാര്യ സ്ഥാപനങ്ങളിലെ ഇടപാടുകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷ് V ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ക്യാമ്പിൽ നിരവധി പ്രാദേശികവാസികൾ പങ്കെടുത്തു. ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിന് നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. സാമൂഹ്യ വ്യവസ്ഥയുടെ കാരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാത്തതിന് കാരണങ്ങളുണ്ട്. ഒരു ആനുകൂല്യം നമുക്ക് കിട്ടുമ്പോൾ ആ ആനുകൂല്യത്തെ യഥാവിധി എന്ത് ഉദ്ദേശത്തിലാണോ അത് നൽകുന്നത്, ആ ലക്ഷ്യത്തോടുകൂടി അത് പ്രാവർത്തികമാക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ ഉന്നതികളിൽ വിവിധ മേഖലകളിലൂടെ ചൂഷണം ചെയ്യപ്പെട്ട് നമ്മുടെ ഉന്നതി നിവാസികൾ ഇന്ന് ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ശനിയാഴ്ച ദിവസം ഒരാഴ്ചത്തെ പണി കഴിഞ്ഞ് കൂലി കിട്ടുന്ന ദിവസമാണ്. ഞായറാഴ്ച ദിവസം ഉന്നതികളിൽ ചെന്നു കഴിഞ്ഞാൽ വിവിധങ്ങളായ ഓരോ ആൾക്കാരും, തുണിക്കുറിക്കാര്, പാത്രക്കുറിക്കാര്, ചിട്ടിക്കുറിക്കാര്, ബാങ്കുകാര്, ഇങ്ങനെ ഓരോ ആൾക്കാരും ഉന്നതികൾ കയറി ഇറങ്ങി അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണാനിടയായിട്ടുണ്ട്. നിങ്ങളുടെ അറിവില്ലായ്മയാണോ എന്താണെന്നറിയില്ല, ഓരോരുത്തരും വന്ന് ഓരോ പ്രലോഭനങ്ങളിലും നിങ്ങളെ ഏർപ്പെടുത്തുമ്പോൾ അതിലേക്ക് വീണുപോയി വലിയ കടക്കെണിയിലായി ഒന്നിൽ നിന്നും മോചനം നേടാൻ വേണ്ടി അടുത്ത ഏതെങ്കിലും ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു കടം മേടിച്ച് അതിനെ നികത്തി, അത് നികന്നു കഴിയുമ്പോൾ അത് അന്ന് മേടിച്ചത് കൊടുക്കാൻ വേണ്ടി അടുത്ത ഒരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് എന്നും ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉന്നത നിവാസികൾക്കുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണെന്നും ഇവിടെ നിന്നും ഒരുപാട് പരാതികൾ ജില്ലാ കളക്ടർക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കളക്ടറേറ്റിൽ നിന്നും എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ സ്വകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളിൽ നിന്നും അതിൻ്റെ ഭവിഷ്യത്തുകൾ പോലും അറിയാതെ നിങ്ങളുടെ ആധാരം കൊണ്ട് പണയം വെച്ച് ആ ആധാരം പണയം വെച്ചതിന് ശേഷം കടമെടുക്കുകയും ആ കടം തിരിച്ചടയ്ക്കാതെ ബാങ്കുകൾ ആ വീടും സ്ഥലവും നിങ്ങളുടെ കിടപ്പുള്ള ഏക സ്ഥലം ജപ്തി ചെയ്ത് അത് എടുത്തുകൊണ്ട് പോയതായും ആയതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകണമെന്നും പറഞ്ഞ് ഞാൻ കളക്ടറുമായിട്ടുള്ള സംസാരത്തിനിടയിൽ ഒരു നിർദ്ദേശം വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനായി ഈസ്റ്റ് എളേരി പഞ്ചായത്തുമായി ബന്ധപ്പെടുകയും പഞ്ചായത്ത് അതിന് 100% സ്വാഗതം ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. ആയതിന് ഞാൻ ആദ്യമായി പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളെയും അനുമോദിക്കുന്നു. ഈ നമ്മൾ ഒരു സെക്യൂരിറ്റൈസേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അപ്പൊ നിങ്ങൾ പറയുകയായിരിക്കും ഞങ്ങൾക്ക് നിയമം അറിയില്ല, അതുകൊണ്ട് ഞങ്ങളെ എല്ലാവരും പെടുത്തുകയാണ് അല്ലെങ്കിൽ ഞങ്ങളെ കുറുക്കുകയാണെന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പറയാം, എങ്കിലും നിയമവ്യവസ്ഥയിൽ അതിനൊരു പരിരക്ഷയില്ല. നിയമം പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാവരും
ഇന്ത്യയിലെ എല്ലാ നിയമവും അറിയാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. നിയമം അറിയില്ല എന്നുള്ളത് നിയമത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. അത് പട്ടികജാതി ആയാലും ശരി, പട്ടികവർഗമായാലും ശരി, ആരായാലും ശരി. അപ്പൊ നിങ്ങളൊരു ഇടപാട് നടത്തുമ്പോൾ ആ ഇടപാടിനെ സംബന്ധിച്ച് ഭവിഷ്യത്തോടുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം ബാങ്കോ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളോ നിങ്ങളുടെ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നിയമപരമായ പരിരക്ഷ അവർക്കുണ്ട്. നിങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതായിരിക്കും. അതിന്റെ പുറത്ത് നിങ്ങൾക്ക് DRTയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ, DRT എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽ എന്ന് പറയും, അവിടെ എറണാകുളത്താണ്. അവിടെ അപ്പീൽ ഫയൽ ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ. അറിയുന്ന ഒരു കാര്യമാണ്, ബാങ്കുകൾ അവരുടെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളവിടെ ഒരു ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ആ ലോൺ ഏറ്റെടുക്കുന്നത്. ലോൺ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അതിൽ പല വ്യവസ്ഥകളും ആ ബാങ്കുകൾ നമ്മളോട് പറയുന്നു. അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒപ്പിടുന്നത്. നമുക്ക് ഒരു 100 കണക്കിന് ലൈനുകൾ താഴ്ത്താതെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആരും അത് 100 വായിച്ചു നോക്കാറില്ല. പക്ഷെ അതിൽ പലതും അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒപ്പിട്ടു എന്നൊക്കെ കാരണത്താൽ നമ്മൾ അത് തിരിച്ചറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റവ്, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.